ഹലോ ഗൈസ്, നമ്മളിന്നത് മാമിയുടെ വീട്ടിലത്തെ തമിഴ്നാട്ടിലത്തെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ നീച്ചപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അതിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണേ. അതിന് സ്കേറ്റിംഗ് ബോർഡ് ഇങ്ങനെ വെച്ചിട്ട് അതുപോലെ കളിച്ചാൽ നിൽക്കാം. പിന്നെ മാമിയുടെ വക നല്ല അടിപൊളി റൊട്ടിയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ സ്പെഷ്യൽ ഉണ്ടായിരുന്നത്. മാമി റൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എന്നിട്ട് ഞാൻ കുറേ നേരം കിടന്ന് മൂവി ഇരുന്ന് കാണുന്നു കേട്ടോ. ചോറൊക്കെ ഇരുന്ന് മൂവി കാണുന്നു. ഇതിൻ്റെ മാമളോടെ ഉണ്ടായിരുന്ന പട്ടിക്കുട്ടികളാട്ടോ. ഇതിലാണ് വലിയ നിൽക്കുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം ആ പട്ടിക്കുട്ടി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചെറിയ കുട്ടിയായിരുന്നു. ഇപ്പോൾ വലുതായിട്ട് ഇപ്പോൾ അത് പ്രസവിച്ചിട്ടുള്ള കുട്ടിയാട്ടോ. സ്റ്റാൻഡിങ്ങനെ മെയിനാവേണ്ടി കിടന്നുണ്ട്. ബസ് സ്കേറ്റിംഗ് ഒന്നും അറിയില്ല. മാമിയുടെ വക നല്ല ആമ്പൂര് ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മാമിയുടെ രണ്ടാമത്തെ മോനിക്ക് എക്സാം ഉണ്ടായിരുന്നു. സ്കൂളിൽ പോലെ എക്സാം ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടല്ല. ഞാൻ പോയി പിന്നെ കുറേ നേരം കിടന്ന് മൂവി കണ്ട് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ട് നോക്കുമ്പോൾ ആമ്പൂര് എന്താ അറിയില്ല, സാധാരണ അവിടെ ചൂടുണ്ടാവാറുള്ളത് ഇത്ര. ഞങ്ങൾ വന്നോടെ തോന്നുന്നു എല്ലാ ആൾക്കാർ വരുമ്പോൾ നല്ല മഴ ഉണ്ടാവുമല്ലോ. മഴയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്. പിന്നെ ഓടി ട്യൂഷന് പോയി. പിന്നെ അന്ന് പെരയിൽ കിടന്നിട്ട് അങ്ങോട്ടും കുറ്റും പറയുന്നു ഷാനൊട്ടിയും ഷാമിലും അതൊക്കെ കിടന്നിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ ഓട് വന്നപ്പോൾ ഞങ്ങൾ കൈ പിടിച്ച് പോയി. പക്ഷേ ഇവിടേക്ക് പെൺകുട്ടികളെ ഇലവ് വെക്കപ്പെടുകയാണ് അറിയാനായിട്ടോ. പിന്നെ ഞങ്ങളെല്ലാം ഒരു പാനിപ്പൂരി കടയ്ക്ക് പോയിട്ട് ഇവിടെ വന്ന് മെയിനായിട്ട് നിന്നത് മസ്ത് സാധനമാണ് പാനിപ്പൂരി. അങ്ങനെ പാനിപ്പൂരി ചാനട്ടിയും ഞങ്ങളെല്ലാവരും തിന്നായിരുന്നു കേട്ടോ. സംഭവം സെറ്റാണ്, അടിപൊളിയാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അടുത്ത പാനിപ്പൂരി കടയ്ക്ക് പോകാൻ കേസിലാണ്. പിന്നെ